ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന യുവതി അറസ്റ്റിൽ. ഷെമ പർവീൻ എന്ന യുവതിയാണ് ഗുജറാത്ത് ATSന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്ത്, ഡൽഹി, നോയിഡ എന്നിവിടങ്ങളിൽ നിന്നും 4 അൽ-ഖ്വയ്ദ ഭീകരന്മാരെ പിടികൂടുകയാണ് ചെയ്തത്. പിടികൂടിയ ഈ ഭീകരന്മാരിൽ നിന്നായിരുന്നു യുവതിയിലേക്കുള്ള പ്രധാന സൂചന ലഭ്യമാകുന്നത്. കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയായ ഹർഷിത് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഗൂഢാലോചനക്കാരിയായ ഷെമ പർവീനെ ബംഗളൂരുവിൽ നിന്നാണ് ഗുജറാത്ത് ATS അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങളുടെയും വലിയ സ്ഥലങ്ങളുടെയും ആക്രമിക്കാനുള്ള ഉത്തരവാദിത്തം ഈ ഭീകരർക്കായിരുന്നു നൽകിയിരുന്നത്. സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയായിരുന്നു ഈ 4 ഭീകരരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നതെന്നും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. ഇതിനു പുറമെ തന്നെ അവരുടെ അതിർത്തി കടന്നുള്ള ബന്ധങ്ങളും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു. നേരത്തെ തന്നെ 2023 ഈ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അഹമ്മദാബാദിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4 ബംഗ്ലാദേശി പൗരന്മാരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിലൂടെ തന്നെ യുവാക്കളുടെ തലച്ചോറിലേക്ക് മതം മാത്രമല്ല തീവ്രവാദ ആശയങ്ങളും കുത്തിനിറയ്ക്കുകയാണ് ഇവർ ചെയ്തത്. ഇത്തരത്തിൽ നൽകുന്ന വഴി അല്ലെങ്കിൽ വിവരങ്ങൾ വഴി യുവാക്കളുടെ ഉള്ളിലേക്ക് വിദ്വേഷത്തിന്റെയും അക്രമാസക്തമായ സ്വഭാവങ്ങളും ഉടലെടുക്കുകയാണ്. അവർ പൂന്നുള്ളുന്ന ലാഘവത്തോട് കൂടി തന്നെ ജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സമീപകാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന മിക്ക ആക്രമണങ്ങളും. ജാർഖണ്ഡ് സ്വദേശിയായ ഷെമ പർവീൻ ആകട്ടെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതുൾപ്പെടെയുള്ള അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു. ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഗുജറാത്ത് ATSന്റെ അന്വേഷണം ഇവരിലേക്ക് എത്തുന്നത്. ഓൺലൈനിലൂടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ജൂലൈ 23 അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള മുഹമ്മദ് ഫൈസ്, സെയ്ഫുള്ള ഖുറേഷി, സീഷാൽ അലി എന്നിവരെ ATS അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്നും അറസ്റ്റിലായ ഷെമ പർവീൻ പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ഹർഷിത് വ്യക്തമാക്കി. വനിതാ തീവ്രവാദിയായ ഷെമ അറസ്റ്റ് ചെയ്തതിൽ ATSനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനുമായി നടന്ന യുദ്ധസമയം ഒളിപ്പോര് നടത്തിയിരുന്ന അഫ്ഗാൻ അറബികളും മറ്റ് അംഗങ്ങളുമായി ഷെയ്ഖ് അബ്ദുള്ള യൂസഫ് അസ്ലമിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദ രൂപം കൊള്ളുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അൽ-ഖ്വയ്ദ ഭീകര പ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളിൽ ഇത് നിരോധിത സംഘടന തന്നെയാണ്. സോവിയറ്റ് റഷ്യയുടെ സഹായത്തോടുകൂടി തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ വന്നിരുന്ന ഭരണത്തിനെതിരെയുള്ള കലാപത്തിൽ വിമത വിഭാഗത്തെ സഹായിക്കാൻ വിവിധ മുസ്ലിം നാടുകളിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോരാളികളുടെ കൂട്ടായ്മയാണ് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി തന്നെ അൽ-ഖ്വയ്ദയുമായി പരിണമിച്ചത്. അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാനിലുള്ള കടന്നുകയറ്റത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. സോവിയറ്റിന്റെയും അതുപോലെ അഫ്ഗാനിലെ മാർസിസ്റ്റുകാരെയും എതിർക്കുന്ന അഫ്ഗാൻ മുജാഹിദിനുകളെ അമേരിക്ക സഹായിക്കുകയും പാകിസ്ഥാനിലെ ISI അതുവഴി കൊണ്ട് ധാരാളം സാമ്പത്തിക സഹായം ആദ്യകാലത്ത് ഇവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാൻ മുജാഹിദിനുകൾക്ക് ശക്തി പകരുന്നതായി തന്നെ വിദേശീയരായ നിരവധി അറബ് മുജാഹിദിനുകൾ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. പിന്നീടാണ് അൽ-ഖ്വയ്ദയായി ഇത് രൂപം കൊള്ളുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.